കഴിഞ്ഞ 2 മാസക്കാലമായി നെടുമങ്ങാട് കേന്ദ്രീകരിച്ചായിരുന്നു സമരം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെ കർഷകരോടൊപ്പം ഞങ്ങൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ കൃഷി ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ അവിടെ സെക്രട്ടേറിയറ്റിനെ കൊണ്ട് നിക്ഷേപിച്ചത്. നമുക്കറിയാം, കേരളത്തിലെ 6 വിപണികളാണ് കേരളത്തിൽ 1999 2011 ആരംഭിച്ചത്. നെടുമങ്ങാട്ട് ഞങ്ങൾ സമരം നടത്തിയത്. നെടുമങ്ങാട് കൃഷി അവിടെ മാർക്കറ്റ് സെക്രട്ടറി ഞങ്ങൾ തടഞ്ഞു വെച്ചു, പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. അതിനുശേഷം ഒട്ടനവധി സമരങ്ങൾ നടത്തിക്കൊണ്ട് അത് കാണാനോ അത് കേൾക്കാനോ അത് തമിഴ്നാട് ലോബിയെ സഹായിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടെ വിഷയുക്തമായ പച്ചക്കറികൾ ഇവിടെ കൊണ്ടുവന്ന ഒരു ഏജൻസി വഴി കൊടുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ സാധാരണക്കാരായ മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരായ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ കാട്ടിക്കൊപ്പ് തയ്യാറാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമരവുമായി വന്നത്. നമുക്കറിയാം, വന്യമൃഗങ്ങളുടെ ശല്യം, മഴയുടെ ബുദ്ധിമുട്ട്, വേനൽക്കാലമായാൽ അതിന്റെ ബുദ്ധിമുട്ട് എല്ലാം അനുഭവിച്ചുകൊണ്ടാണ് കർഷകർ ഈ ഉൽപ്പന്നവുമായി നെടുമങ്ങാട്ട് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഏകദേശം 8ഓളം ഉദ്യോഗസ്ഥന്മാരെയാണ് നെടുമങ്ങാട്ട് പോൾട്രി കോപ്പിന്റെ കീഴിൽ അവിടെ നിയമിച്ചിരിക്കുന്നത്. ഒരാൾക്ക് 1.5 ലക്ഷം രൂപ അടുപ്പ് ശമ്പളമുണ്ട്. അവരെ ഒരു ജോലിയും ചെയ്യാതെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ്